ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഹാപ്പി ദിവാലി. ഇതൊരു ചെറിയൊരു കുട്ടി വ്ളോഗാണ്. ദിവാലി സംബന്ധിച്ച് ഞങ്ങളുടെ ഓഫീസിൽ നടന്ന ഒരു ചെറിയ പരിപാടിയുടെ. ഇത് ഇന്നലെ ഓഫീസിൽ മെഹന്തിയുടെ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് എല്ലാവരും മെഹന്തി ഇടാനും അങ്ങനെയായിട്ടുള്ള കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ അങ്ങനെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞാനിപ്പോൾ ഓഫീസ് കാണിച്ചു തരാം. ഇത് ഓഫീസ് ഫുൾ എൻറ്റിയർ ആയിട്ടുള്ള ഫുൾ ഓഫീസ് അലങ്കരിച്ചതാണ് കേട്ടോ, എല്ലാവരും ചേർന്നിട്ട്. ഓക്കെ, പിന്നെ അങ്ങനെ ഓഫീസൊക്കെ അലങ്കരിച്ചു. പിന്നെ ഞാൻ ഒന്നും കൂടി പോയി നോക്കി ഏതുവരെ എത്തി. മെഹന്തിയുടേത് അതാ കുറേ പേര് ചെയ്തുകൊണ്ടിരിക്കുന്നു, കുറേ പേര് അതിന് കൈ കാണിച്ചിരിക്കുന്നു. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഞാൻ പോയി അങ്ങനെ ഓരോരുത്തരെ നോക്കി. അതുകൂടാതെ ഇത് എൻ്റെ ഫ്രണ്ടും വലിയ മെഹന്തി ആർട്ടിസ്റ്റ് പറഞ്ഞാൽ അവനും ഇരിക്കുന്നുണ്ട്. ലാസ്റ്റ് അതങ്ങോട്ട് കോളാക്കി ആ ചേച്ചിയുടെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തു വേസ്റ്റായിട്ട്. പിന്നെ അതിനിടയിൽ അങ്ങനെ ഓഫീസിൽ വേറെ എന്താ നോക്കിയപ്പോൾ ഇതാ സാറുമാരെല്ലാവരും കൂടി ക്യാരംസ് കളിക്കുകയാണ്. ക്യാരംസ് വെച്ചാൽ അവരുടെ ക്യാരംസ് കളി നന്നായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരും നല്ല വെൽ പ്ലെയേഴ്സാണെന്ന് മനസ്സിലായി. എനിക്കിഷ്ടമാണ്, പക്ഷേ ഭയങ്കര വിരൽ വേദനിട്ട് കൊടുക്കാൻ ആ പണിക്ക് നിൽക്കാറില്ല. പിന്നെ അങ്ങനെ എനിക്ക് മെഹന്തി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ ചേച്ചിനോട് എനിക്ക് മെഹന്തി ഇട്ട് തരാൻ പറഞ്ഞു. കുറേ ഇട്ട് തന്നു. ആ ചേച്ചിക്ക് കുറേ അറിയണ പോലെ ഇട്ടു. പിന്നെ എൻ്റെ കയ്യിൽ വേറൊരാൾ ചെയ്തു. ഇതെങ്ങനെയുണ്ട് മെഹന്തി? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിട്ട് രണ്ടുപേരും എൻ്റെ കയ്യിൽ ചെയ്തു തന്നു. ഓക്കെ, പിന്നെ അതിന് ശേഷം ഭയങ്കര ഒരു ആർപ്പും വിളിയൊക്കെ കേട്ടു. എന്താ പോയി നോക്കിയപ്പോൾ ഗെയിമിൻ്റെ ആ ഹരം കയറി എല്ലാവരും കൂടി കളിക്കുന്ന തിരക്കിലായിരുന്നു. നേരത്തെക്കാട്ടിലും ആളും കൂടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അന്ന് അങ്ങനെ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നങ്ങനെ രംഗോലി ഇടുക അവരുടെ കോലം നമ്മുടെ നാട്ടിൽ. ഇതുവരെ ഞാൻ ഇതൊന്നും ട്രൈ ചെയ്തിട്ട് പോലുമില്ല. അപ്പം അങ്ങനെ ഇത് ഓരോ ടീം വർക്കായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ ടീമായിരുന്നു. ഇതും ഒരു കോമ്പറ്റീഷനായിരുന്നു. ആരാ നന്നായിട്ട് ഇടുകയെന്ന് അറിയണ പോലെയൊക്കെ ഇട്ടിട്ടോ. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇതുവരെ ഞാൻ ഇത് എങ്ങനെയാണെന്ന് പോലും നോക്കിയിട്ടില്ല. ഇതാണ് ലാസ്റ്റ് ഫൈനൽ വർക്ക്. ഓക്കെ, പിന്നെ അതങ്ങനെ വർക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉച്ചവരെയൊക്കെ. അങ്ങനെ വർക്ക് ചെയ്യണ ഒരു വർക്ക് ചെയ്യുന്നു. ഇത് വേറൊരു ടീമാണ്. ടോട്ടൽ 4 ടീമായിരുന്നു. ഇത് ഓരോരുത്തരുടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് 3ാമത്തെ ടീമാണ്. പിന്നെ 4ാമത്തെ ടീമിനെ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ഒരു കൂട്ടായിരുന്നു. ഒന്നിച്ചങ്ങോട്ട് താഴേക്ക് സ്റ്റെയർ, അതുകൊണ്ട് അങ്ങനെ ശരിയും കിട്ടില്ല. പിന്നെ അതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പൂജ തുടങ്ങി. അങ്ങനെ പൂജയിലൊക്കെ ഞങ്ങളെല്ലാവരും പോയി പങ്കെടുത്തു. ഇതാ ശ്വേത നല്ലൊരു സ്മൈലും തന്ന്. പിന്നെ ഇതാ എല്ലാവരും ഉണ്ടായിരുന്നു. ദിലിഷ ചേച്ചിയും മുജാഹിദ്, എൻ്റെ ഒരു ഓഫീസും ഉണ്ടായിരുന്നു. നന്നായിട്ട് അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു. പൂജയിലൊക്കെ പങ്കെടുക്കാൻ പറ്റി. ഇതാ ഭഗവാന്റെ അനുഗ്രഹമൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഇതാ നല്ല പൂജകളൊക്കെ തുടങ്ങി. എല്ലാവരും അവിടേക്ക് ശ്രദ്ധിച്ച് നിൽക്കുക കേട്ടോ. അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് ആ തമാശയിലൂടെയൊക്കെ പോയി. ഇതെങ്ങനെയൊക്കെയല്ലേ പറ്റൂ, നമുക്ക് എപ്പോഴും ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അതിനുശേഷം എൻ്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടായ അവൻ്റെ ടേബിളിൽ ഒരു തലയാട്ടി ബൊമ്മ ഇരിക്കുന്നുണ്ടേ. ഞാൻ അതിനെ വെറുതെ ഞോണ്ടി ഞാൻ അതിനെ തലയാട്ടിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് പൂജയൊക്കെ കഴിഞ്ഞ്. നമ്മുടെ നാട്ടിലിങ്ങനെ കാണാറില്ല ഞാൻ പൊതുവെ. ഇവിടെ ഇങ്ങനെ കുമ്പളൻ ഉടയ്ക്കും, അതായത് ദൃഷ്ടി കളയുക എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നന്നായിട്ട് സ്വീറ്റ്സൊക്കെ കഴിച്ചു. അതാ മാനേജേഴ്സൊക്കെയാണത്. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞിതാ പിന്നെ ഓഫീസിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഇത്. അങ്ങനെ ഓഫീസിലോട്ട് കയറി എല്ലാവരുടെ കോലമൊക്കെ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരുവാണ് എല്ലാവർക്കും. ഇതാ നൈസായിട്ട് അതൊക്കെ തീർത്തു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കോൾസൊക്കെ തീർത്തു. പിന്നെ അതിനുശേഷം ലഞ്ച് കഴിക്കാൻ പോയി. ലഞ്ച് ഓരോരുത്തർക്കും ഓരോന്നായിരുന്നു, കാരണം ചോദിച്ചിരുന്നു ആർക്കൊക്കെ വേണ്ട. 3 ടൈപ്സ് ആയിരുന്നു. വെജ്, നോൺ വെജിൽ തന്നെ മട്ടൻ ആൻഡ് ചിക്കൻ. ഞാൻ ചിക്കനാണ്, ഞാൻ അധികം നോൺ കഴിക്കാത്ത ആളാണ്. പിന്നെ ഇതാ ഫുഡൊക്കെ കഴിച്ചു. ബസ്മതി റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് വയറങ്ങോട്ട് വന്നു. പിന്നെ ഇത് റൈത്തയും പിന്നെ കറി ബിരിയാണിയുടെ, പിന്നെ കൊക്കക്കോളയായിരുന്നു. ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചു. അതിനുശേഷം നമുക്ക് ഗിഫ്റ്റ് ബോക്സ് കിട്ടി ഓഫീസിൽ നിന്ന്. ഇത് ഞങ്ങളുടെ വൈസ് പ്രസിഡൻ്റാണ് കേട്ടോ. അങ്ങനെ ഗിഫ്റ്റ് ബോക്സൊക്കെ കിട്ടി, അതും മേടിച്ചു. നന്നായിട്ടുണ്ടായിരുന്നു ഓഫീസിലത്തെ എല്ലാം. ഇതും പക്ഷേ കഴിഞ്ഞ കൊല്ലത്തിൻ്റെ അത്ര ഉണ്ടായിരുന്നില്ല എന്ന് ഫീൽ ചെയ്യണു. അപ്പോൾ എല്ലാം നന്നായിട്ട് കഴിഞ്ഞു. നിങ്ങളുടെ ഓഫീസിലും എങ്ങനെയൊക്കെയായിരുന്നു നിങ്ങളുടെ ദീപാവലീസ് എന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അഞ്ചിത അവിടെ വർക്കിൻ്റെ തിരക്കിലാട്ടോ, അവളുടെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞു. അതിനൊക്കെ ശേഷം പെയിൻറ്റിങ് ചെയ്തായിരുന്നു കേട്ടോ. അതും ഒരു കോമ്പറ്റീഷനായിരുന്നു.
എല്ലാവരും പെയിൻറ്റിങ്ങിൻ്റെ തിരക്കിലാട്ടോ. ബ്രഷ് പോലും എങ്ങനെ പിടിക്കാമെന്ന് അറിയാത്ത ഞാനാണ് അവിടെ നിന്ന് പെയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാ സാറുമാർ പെയിൻറ്റ് ചെയ്യുന്നു, ഇവിടെ വേറൊരു ടീം പെയിൻറ്റ് ചെയ്യുന്നു, എന്തൊക്കെയോ എല്ലാവരും ചെയ്തു. ബെസ്റ്റായിട്ട് ചെയ്ത് ഇവനാട്ടോ സനൂപ്. ഇത് തലഭാഗത്തിരിക്കണല്ലേ പുള്ളി വൈറ്റായിട്ടാണ്, അവൻ ബെസ്റ്റായിട്ട് ചെയ്തു. പിന്നെ ഇവർക്കാട്ടോ ഫസ്റ്റ് കിട്ടിയത്, സെക്കൻഡ് കിട്ടിയത് സനൂപിനും. സൂപ്പർ വർക്കായിരുന്നു. പിന്നെ ഞങ്ങളുടെയും ചെയ്തു. ഇതാ ഞങ്ങൾ ശരിക്കും കാണിച്ചു തരാം കേട്ടോ. ഇത് ശരിക്കും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പെയിൻറ്റിങ്ങൊക്കെ ചെയ്തു. എല്ലാവർക്കും നല്ല ഗിഫ്റ്റ്സൊക്കെ കിട്ടി, എല്ലാം കിട്ടി. അത് എനിക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല, കാരണം ആ സമയത്ത് പെട്ടെന്നായിരുന്നു ഇതാക്കാൻ പറഞ്ഞത്. അങ്ങനെ ഇതാണ് കിട്ടിയ ഗിഫ്റ്റ്. ഇത് സ്വീറ്റ് ബോക്സ് ബിസ്ക്കറ്റ്സ് ആയിരുന്നു. പ്രതീക്ഷിച്ച പോലെ ഒന്നും കിട്ടിയില്ല. കിട്ടിയതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.